Hi everyone, welcome to Statist Academy. ഞാൻ ലൂഷ്ന. നമുക്കിന്ന് GSTയിൽ വരുന്ന IGST ആക്ട് പ്രകാരമുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് ജേർണി ആണ്. കണ്ടിന്യൂസ് ജേർണി മീൻസ് എ ജേർണി ഫോർ വിച്ച് എ സിംഗിൾ ഓർ മോർ ദാൻ വൺ ടിക്കറ്റ് ഓർ ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ്. ഇപ്പോൾ ഒരു ജേർണി ആണ്. ഈ ജേർണിക്ക് ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് അല്ലെങ്കിൽ മോർ ദാൻ വൺ ടിക്കറ്റ് ഓർ ഇൻവോയ്സ് ഇഷ്യൂ ആയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം, ആ ഒരു ടൈമിൽ തന്നെ either by a single supplier of service or through an agent acting on behalf of more than one supplier of service. ഒന്നുകിൽ ഒരു സപ്ലയറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാവാം, അല്ലെങ്കിൽ മോർ ദാൻ വൺ സപ്ലയർ, അതിൽ ഒരു ഏജന്റ് ആ മോർ ദാൻ വൺ സപ്ലയറിന് വേണ്ടി ആക്ട് ചെയ്യുന്നതാവാം. ആൻഡ് വിച്ച് ഇൻവോൾവ്സ് നോ സ്റ്റോപ്പ് ഓവർ ബിറ്റ്വീൻ എനി ഓഫ് ദ ലെഗ്സ് ഓഫ് ദ ജേർണി. ആ ജേർണിക്കിടയിൽ നമുക്ക് സ്റ്റോപ്പ് ഓവർ ഇല്ല. സ്റ്റോപ്പ് ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ നമ്മളെ മോഡ്സ് ഓഫ് കൺവെയൻസ് മാറുവാണ്, നമ്മൾ ആ വെഹിക്കിളിന്റെ കൺവെയൻസ് മോഡ് മാറുവാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു സ്റ്റോപ്പ് വരുവാണ്, ജേർണിക്ക് ഒരു സ്റ്റോപ്പ് വരുവാണ്. ഒരു ടൈം കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ ജേർണി സ്റ്റോപ്പ് ചെയ്യാണ് നമ്മൾ സ്റ്റോപ്പ് ഓവറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ഓവർ ഇല്ലാത്തതും for which one or more separate tickets or invoices are issued. അപ്പൊ അതിനു വേണ്ടി നമുക്ക് more than one tickets or invoice issued ആയിട്ടുള്ളതുമായ ഒരു ജേർണിയാണ് കണ്ടിന്യൂസ് ജേർണി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു പ്ലേസ് നമ്മൾ ഒരു പ്ലേസിലേക്ക് പോവുകയാണ്, ചിലപ്പോൾ അതിന് more than one ടിക്കറ്റ് വരാം, അല്ലെങ്കിൽ more than one ഇൻവോയ്സ് വരാം അതിൻ്റെ ഇടയിൽ. പക്ഷെ നമ്മൾ ആ ജേർണി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോവുകയാണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ജേർണി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചിലപ്പം എന്താ പറയാ, കണക്ഷൻ ഫ്ലൈറ്റ് വരാം അല്ലെ. അപ്പൊ കണക്ഷൻ ഫ്ലൈറ്റ് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ഷൻ ഫ്ലൈറ്റ് മാറി കയറുന്നുണ്ടെങ്കിലും നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയാണ് പോകുന്നത്, അതിൻ്റെ ഇടയിൽ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് മാറി കയറുന്ന സ്റ്റേഷനിൽ ജസ്റ്റ് ആ ഒരു എയർപോർട്ടിൽ നമ്മൾ അതിനു വേണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു, പക്ഷെ അതൊരു ജേർണി ബ്രേക്ക് ആവാത്ത രീതിയിലുള്ള സ്റ്റോപ്പാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ കണ്ടിന്യൂസ് ജേർണി എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്നത് കൊച്ചി ടു ഡൽഹി തന്നെയാണ് അല്ലെ. അതിന്റെ ഇടയിലുള്ള ടിക്കറ്റ് അല്ലാണ്ട് നമ്മൾ രണ്ട് ഫ്ലൈറ്റ് ആയിട്ട് ബുക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഒറ്റൊരു ഫ്ലൈറ്റ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്യാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ടിക്കറ്റ് ആണ്, അല്ലെങ്കിൽ രണ്ട് ടിക്കറ്റ് വരാം. പക്ഷെ രണ്ട് ടിക്കറ്റ് ആണെങ്കിലും നമ്മൾ ഒരു ടൈമിൽ ഒരാളുടെ അടുത്താണ് അത് പർച്ചേസ് ചെയ്യുന്നത്, ഒരു ഏജന്റിന്റെ അടുത്ത് നിന്ന് അല്ലെ. നമ്മൾ ഫ്ലൈറ്റ് മാറി മറ്റേതിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടായിട്ടല്ല ബുക്ക് ചെയ്യുന്നത്, രണ്ട് ജേർണി ആയിട്ടല്ല ബുക്ക് ചെയ്യുന്നത്, ഒറ്റൊരു ജേർണി ആയിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് കണ്ടിന്യൂസ് ജേർണി എന്ന് പറയാം. നെക്സ്റ്റ് നമ്മളെ ഡെഫിനേഷൻ വരുന്ന എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് മീൻസ് ഇറ്റ്സ് ഗ്രാമാറ്റിക്കൽ വേരിയേഷൻസ് ആൻഡ് കോഗ്നേറ്റ് എക്സ്പ്രഷൻസ് മീനിങ് ടേക്കിംഗ് ഗുഡ്സ് ഔട്ട് ഓഫ് ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് എന്ന് പറയുന്നതിന് എത്രയും നമ്മൾ വേരിയേഷൻ വേറെ ഏത് വേർഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ നമ്മൾ ചെയ്യുന്ന ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പുറത്തേക്ക് ഒരു സാധനം കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് എക്സ്പോർട്ട് എന്ന് തന്നെ പറയും. അത് നമ്മൾ എന്ത് വേറെ ഒരു വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതെല്ലാം എക്സ്പോർട്ടിന്റെ അണ്ടറിലാണ് വരുന്നത്. അത് നെക്സ്റ്റ് എക്സ്പോർട്ട് ഓഫ് സർവീസസ്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും സാധനങ്ങൾ കൊണ്ടുപോകുന്ന. എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഓഫ് സർവീസ് മീൻസ് ദ സപ്ലൈ ഓഫ് എനി സർവീസ്. ഒരു സർവീസ് സപ്ലൈ ചെയ്യാണ് വെൻ ദ സപ്ലയർ ഓഫ് സർവീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. സപ്ലൈ ചെയ്യുന്ന ആള് ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. ആ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ സർവീസ് സപ്ലൈ ചെയ്യുന്ന പേഴ്സൺ ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. രണ്ടാമത്തേത് ദ റെസിപ്പിയന്റ് ഓഫ് സർവീസ് ഇസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. റിസീവ് ചെയ്യുന്ന ആള് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇസ് ഔട്ട്സൈഡ് ഇന്ത്യ. സപ്ലൈ ഓഫ് സർവീസ് റിസീവ് ചെയ്യുന്ന ആ പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ദ പേയ്മെന്റ് ഫോർ സച്ച് സർവീസ് ഹാസ് ബീൻ റിസീവ്ഡ് ബൈ ദ സപ്ലയർ ഓഫ് സർവീസ് ഇൻ കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ആയിട്ടാണ് നമുക്കത് റിസീവ് ചെയ്യുന്നത്, ആ സപ്ലയറിന് ആ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത്. ദ സപ്ലയർ ഓഫ് സർവീസ് ആൻഡ് ദ റെസിപ്പിയന്റ് ഓഫ് സർവീസ് ആർ നോട്ട് മിയർലി എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഓഫ് എ ഡിസ്റ്റിങ് പേഴ്സൺ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ തന്നെ അല്ല, ഒരു പേഴ്സൺ തന്നെ രണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ആകാൻ പാടില്ല ഈ സപ്ലയറും റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ തന്നെ ബ്രാഞ്ച് ഉണ്ടാവും വേറൊരു കൺട്രിയിൽ. അപ്പൊ അവിടത്തേക്ക് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറയില്ല. അതല്ലാതെ ഡിഫറെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആകുമ്പോൾ നമ്മൾ അതിനെ എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറയും. അപ്പൊ ഒന്നാമത്തെ
മൂന്നാമത്തെ നമ്മുടെ സപ്ലയർ ഇന്ത്യയിലായിരിക്കണം, റെസിപ്പിയന്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കണം. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഔട്ട്സൈഡ് ഇന്ത്യ, നമ്മൾ എവിടെയാണോ അത് സപ്ലൈ ചെയ്യുന്നത് അത് ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് റിസീവ് ചെയ്യേണ്ടത്. പിന്നെ അത് രണ്ടും ഒരേ എസ്റ്റാബ്ലിഷ്മെന്റ് ആവാൻ പാടില്ല, ഒരേ പേഴ്സന്റെ രണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ആകുന്ന രീതിയിലാവാൻ പാടില്ല. ഇതിനാണ് നമ്മൾ എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അതിന് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് നമ്മൾ പഠിച്ചു. അതുപോലെ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ import of goods with its grammatical variations and cognate expressions means bringing goods into India from a place outside India. അപ്പോൾ എന്ത് വേർഡ്സ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇന്ത്യയിലേക്ക് പുറത്തുനിന്ന് ഒരു സാധനം കൊണ്ടുവരുന്നതിന് നമുക്ക് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്ന് പറയും. നമ്മൾ എക്സ്പോർട്ട് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മളത് ഏത് വേർഡ് യൂസ് ചെയ്യുന്നു എന്നതല്ല, ഏതാണ് ആക്ഷൻ നടക്കുന്നതെന്ന് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ട് ഓഫ് സർവീസസ്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഇമ്പോർട്ട് ഓഫ് സർവീസസ് ആണ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് മീൻസ് സപ്ലൈ ഓഫ് എനി സർവീസ് വേർ ദ സപ്ലയർ ഓഫ് സർവീസ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സപ്ലൈ ചെയ്യുന്ന ആള് ഔട്ട്സൈഡ് ഇന്ത്യയിൽ. നേരത്തെ നമ്മൾ പറഞ്ഞത് സപ്ലൈ ചെയ്യുന്ന ആള് വിത്തിൻ ഇന്ത്യ ആണ് അല്ലെ എക്സ്പോർട്ടിന്റെ കേസിൽ. ഇപ്പൊ ഇമ്പോർട്ട് പറയുന്ന സമയത്ത് സപ്ലയർ ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ദ റെസിപ്പിയന്റ് ഓഫ് സർവീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. റിസീവ് ചെയ്യുന്ന ആള് ഇന്ത്യയിലാണ്. And the place of supply of service is in India. Supply of service അതിന്റെ place of supply എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഈ place of supply ഒക്കെ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ place of supply ഇന്ത്യയിലാണ്. നെക്സ്റ്റ് ഇന്റർമീഡിയറി എന്ന് പറയുന്നത്, ഇന്റർമീഡിയറി മീൻസ് എ ബ്രോക്കർ ആവാം, എൻ ഏജന്റ് ഓർ എനി അതർ പേഴ്സൺ ബൈ വാട്ട് എവർ നെയിം കോൾഡ്. ഏത് പേരിൽ വിളിച്ചു കഴിഞ്ഞാലും, നമ്മൾ ബ്രോക്കറിനോ ഏജന്റിനോ അങ്ങനെ എന്ത് പേരിൽ വിളിച്ചു കഴിഞ്ഞാലും, ഹു അറേഞ്ചസ് ഓർ ഫെസിലിറ്റേറ്റ്സ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. അയാള് സപ്ലൈ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. സപ്ലൈ അറേഞ്ച് ചെയ്യാണ്. അത് ഗുഡ്സിന്റെ ആവാം, സർവീസിന്റെ ആവാം, അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടി ആവാം. ഓർ സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ ആവാം. ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ, രണ്ടാൾക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ സപ്ലൈ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് നമ്മൾ ഇന്റർമീഡിയറി എന്ന് പറയുന്നത്. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എ പേഴ്സൺ ഹു സപ്ലൈസ് സച്ച് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഓർ സെക്യൂരിറ്റീസ് ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്. സ്വന്തം പേരിൽ അത് സപ്ലൈ ചെയ്യുന്ന ആളാവാൻ പാടില്ല. ഇന്റർമീഡിയറി എന്ന് പറഞ്ഞാൽ സപ്ലൈ അറേഞ്ച് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇയാളുടെ അടുത്തുനിന്ന് ഇയാൾക്ക് സപ്ലൈ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലാതെ അയാൾ സ്വന്തമായിട്ട് ശരിക്കും സപ്ലൈ ചെയ്യുന്നില്ല. ഇതിനാണ് നമ്മൾ ഇന്റർമീഡിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഓഫ് സർവീസ്. ഒരു സർവീസ് റിസീവ് ചെയ്യുന്നതിന്റെ ആ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലൊക്കേഷൻ ഓഫ് ദ റെസിപ്പിയന്റ് ഓഫ് സർവീസ് മീൻസ് ഒന്നാമത്തെ, വേറെ സപ്ലൈ ഇസ് റിസീവ്ഡ് അറ്റ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഫോർ വിച്ച് ദ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ദ ലൊക്കേഷൻ ഓഫ് സച്ച് പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മൾ CGST ആക്ടിൽ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലെ, ലൊക്കേഷൻ ഓഫ് ബിസിനസ് റെസിപ്പിയന്റ് ഓഫ് സർവീസ്. അതുപോലെ തന്നെ വേർ ദ സപ്ലൈ ഇസ് റിസീവ്ഡ് അറ്റ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഫോർ വിച്ച് ദ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്. അപ്പൊ രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്ത ഒരു പ്ലേസിലാണ് അത് റിസീവ് ചെയ്തെങ്കിൽ ആ പ്ലേസിന് നമുക്ക് സച്ച് പ്ലേസിന് നമുക്ക് എന്ത് പറയാം, ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് എന്ന് പറയാം. രണ്ടാമത്തെ, വേറെ സപ്ലൈ ഈസ് റിസീവ്ഡ് അറ്റ് എ പ്ലേസ് അതർ ദാൻ ദ പ്ലേസ് ഓഫ് ബിസിനസ് for which the registration has been obtained. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബിസിനസിന്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്ലേസിലല്ല റിസീവ് ചെയ്യുന്നതെങ്കിൽ എ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എൽസ്വെയർ, വേറെ എവിടെയോ ഉള്ള ഒരു ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ ദ ലൊക്കേഷൻ ഓഫ് സച്ച് ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ, വേറെ സപ്ലൈ ഈസ് റിസീവ്ഡ് at a more than one establishment, whether the place of business or fixed establishment, the location of the establishment most directly concerned with the receipt of the supply. ഇനി ഒന്നിൽ കൂടുതൽ സ്ഥലമുണ്ട്, ഒന്ന് രജിസ്റ്റേർഡും ഒന്ന് രജിസ്റ്റേർഡ് അല്ല, അല്ല രണ്ടും രജിസ്റ്റേർഡ് അല്ലാത്ത പ്ലേസ് ആണെങ്കിൽ ഏത് പ്ലേസിനാണ് നമുക്ക് കൺസേൺഡ് ആയിട്ട് പറയാൻ പറ്റുന്നത്, നമ്മൾ ആ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ഡയറക്ട്ലി ഏത് പ്ലേസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്, അതിന് നമുക്ക് പ്ലേസ് ഓഫ് റെസിപ്പിയന്റ് എന്ന് പറയാം, ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഓഫ് സർവീസ് എന്ന് പറയാം. In the absence of such places, the location of the usual place of residence of the recipient. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻസിനെ നമുക്ക് ലൊക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസിനാണ്. ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന അയാളുടെ ലൊക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ, വേറെ സപ്ലൈസ് മെയ്ഡ് ഫ്രം എ പ്ലേസ് ഓഫ് ബിസിനസ് ഫോർ വിച്ച് ദ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻ. നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരു പ്ലേസിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്ലേസിനെ തന്നെ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കും. നെക്സ്റ്റ്, വേർ ദ സപ്ലൈ ഈസ് മെയ്ഡ് ഫ്രം എ പ്ലേസ് അതർ ദാൻ ദ പ്ലേസ് ഓഫ് ബിസിനസ് ഫോർ വിച്ച് ദ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്. രജിസ്റ്റർ ചെയ്ത ഒരു പ്ലേസ് എന്നല്ല നമ്മളത് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ പ്ലേസിനെ നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ ഓഫ് ബിസിനസ് ആയിട്ട്, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് എടുക്കും. ലൊക്കേഷൻ ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് എടുക്കും. മൂന്നാമത്തെ, വേറെ സപ്ലൈ ഈസ് മെയ്ഡ് ഫ്രം മോർ ദാൻ വൺ എസ്റ്റാബ്ലിഷ്മെന്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. അപ്പോൾ മോർ ദാൻ വൺ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് നമ്മൾ സപ്ലൈ ചെയ്തതെങ്കിൽ നമ്മൾ ആ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യും. ഏറ്റവും ഡയറക്ട്ലി എവിടത്തേക്കാണ് നമുക്ക് സപ്ലൈ പോയിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ പ്ലേസിനെ നമ്മൾ എന്ത് ചെയ്യും? പ്ലേസ് ഓഫ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കും. നെക്സ്റ്റ്, ഇതൊന്നും ഇല്ലെങ്കിൽ വെച്ചാൽ രജിസ്റ്റേർഡ് പ്ലേസും ഇല്ല, അതല്ലാത്ത പ്ലേസും ഇല്ലാത്ത സമയമാണെങ്കിൽ ദ ലൊക്കേഷൻ ഓഫ് ദ യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് സപ്ലയർ. ആ റെസിഡൻസ്, അയാളുടെ സപ്ലയറിന്റെ റെസിഡൻസ് എവിടെയാണോ അതിനാണ് നമ്മൾ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആയിട്ട് എടുക്കുന്നത്. അതിന് നെക്സ്റ്റ്, നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ്. നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എനി ഗവൺമെന്റ് ആവാം, ലോക്കൽ അതോറിറ്റി ആവാം, ഗവൺമെന്റ് അതോറിറ്റി ആവാം, an individual or any other person not registered and receiving online information. അപ്പോൾ അയാൾ നോട്ട് രജിസ്റ്റേർഡ് ആണ് ആൻഡ് റിസീവിംഗ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് ഓർ റിട്രീവൽ സർവീസ് ഇൻ റിലേഷൻ ടു എനി പർപ്പസ് അതർ ദാൻ കൊമേഴ്സ്. കൊമേഴ്സ് റിലേറ്റഡ് അല്ലാത്ത ഏതെങ്കിലും പർപ്പസിന് വേണ്ടി ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനുള്ള സർവീസ് കിട്ടുന്ന ഒരു പേഴ്സൺ. ഇൻഡസ്ട്രി ഓർ എനി അതർ ബിസിനസ് ഓർ പ്രൊഫഷൻ ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. ഇപ്പോൾ ഒരു ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ഒരു ഇൻഡസ്ട്രിയോ ബിസിനസ്സോ കൊമേഴ്സോ അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആക്സസും റിട്രീവലും ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അത് ഗവൺമെന്റ് ആവാം, ലോക്കൽ അതോറിറ്റി ആവാം, ഗവൺമെന്റ് അതോറിറ്റി ആവാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആവാം, ഓർ എനി അതർ പേഴ്സൺ ആവാം, നോട്ട് രജിസ്റ്റേർഡ് ആയ ഒരു എനി അതർ പേഴ്സൺ ആവാം. അപ്പൊ ഇതിനാണ് നമ്മൾ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. അതിന് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് സർവീസസിനാണ്. ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് ഓർ റിട്രീവൽ സർവീസസ് എന്ന് കൂടി പറയാം. മീൻസ് സർവീസസ് ഹൂസ് ഡെലിവറി ഈസ് മീഡിയേറ്റഡ് ബൈ ഇൻഫർമേഷൻ ടെക്നോളജി. ഒരു സർവീസാണ്, ആ സർവീസിന്റെ ഇടയിൽ എന്നുവെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി ത്രൂ ആണ് നമ്മൾ ആ സർവീസ് റിസീവ് ചെയ്യുന്നത് ഓവർ ദ ഇന്റർനെറ്റിലാണ്. ഓർ എൻ ഇലക്ട്രോണിക് നെറ്റ്വർക്ക് ആൻഡ് ദ നേച്ചർ ഓഫ് വിച്ച് റെൻഡേഴ്സ് ദർ സപ്ലൈ എസെൻഷ്യലി ഓട്ടോമേറ്റഡ് ആൻഡ് ഇൻവോൾവിംഗ് മിനിമൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ. അപ്പൊ അത് ഇലക്ട്രോണിക് നെറ്റ്വർക്ക് ആവാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആവാം. ആൻഡ് ദ നേച്ചർ ഓഫ് വിച്ച് റെൻഡേഴ്സ് ദർ സപ്ലൈ എസെൻഷ്യലി ഓട്ടോമേറ്റഡ്. അപ്പൊ അതിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആണ് ആൻഡ് ഇൻവോൾവിംഗ് മിനിമൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ. ഇപ്പൊ മനുഷ്യന്മാരുടെ ഇടപെടൽ ഏറ്റവും കുറവുള്ളതുമായ ഒരു ടൈപ്പ് ഓഫ് സപ്ലൈ ആണ്. ആൻഡ് ഇമ്പോസിബിൾ ടു എൻഷുർ in the absence of information technology and includes electronic services such as. അതുപോലെ തന്നെ അത് ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ലാതെ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സർവീസ് ആണ്. അപ്പം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ സിമ്പിളായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ത്രൂ നമുക്ക് റിസീവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സർവീസ് ആണ്. ഹ്യൂമൻ ഇന്റർവെൻഷൻ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. അപ്പോൾ അതിൽ കുറച്ച് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് ഓൺ ദ ഇന്റർനെറ്റിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യുവാണ്. അപ്പൊ അത് ആ ഇന്റർനെറ്റിൽ അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി എസെൻഷ്യൽ ആണ് അല്ലെ. അത് വെച്ച് മാത്രമേ നമുക്ക് നെറ്റ്വർക്ക് ത്രൂ മാത്രമേ ഇന്റർനെറ്റ് ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അഡ്വർടൈസിങ് ഓൺ ദ ഇന്റർനെറ്റ്. പ്രൊവൈഡിങ് ക്ലൗഡ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർവർ ആയിട്ട് ഓൺലൈൻ സെർവർ പോലെ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതിനാണ് ക്ലൗഡ് സർവീസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൊവൈഡിങ് ഓഫ് ഇ ബുക്സ്, ഇലക്ട്രോണിക് ബുക്സ്, മൂവീസ്, ഓൺലൈനായിട്ട് നമുക്ക് മൂവീസ് പ്രൊവൈഡ് ചെയ്യുവാണ്, മ്യൂസിക്, സോഫ്റ്റ്വെയർ ആൻഡ് അതർ ഇൻടാഞ്ചിബിൾസ് ത്രൂ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഓർ ഇന്റർനെറ്റ്. ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ത്രൂ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ത്രൂ നമുക്ക് ഇ ബുക്സ്, മൂവീസ്, മ്യൂസിക്സ്, സോഫ്റ്റ്വെയർ അതുപോലുള്ള ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുവാണ്. നെക്സ്റ്റ്, പ്രൊവൈഡിങ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ. അപ്പം നമുക്ക് ഡാറ്റ കിട്ടുവാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുകയാണ്. ബുക്സ് ആയിട്ടല്ലാതെ നമുക്ക് ഡാറ്റ തന്നെ റിട്രീവ് ചെയ്യാൻ പറ്റും. റിട്രീവബിൾ ഓർ അതർവൈസ്, നമുക്കത് റിട്രീവ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നതോ ടു എനി പേഴ്സൺ ഇൻ ഇലക്ട്രോണിക് ഫോം ത്രൂ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഏതെങ്കിലും ഒരു പേഴ്സണിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റയാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ്.
നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നതാവാം, അല്ലാത്തതാവാം. To any person in electronic form through a computer network. ഇലക്ട്രോണിക് ഫോമിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓൺലൈൻ സപ്ലൈസ് ഓഫ് ഡിജിറ്റൽ കണ്ടന്റ്സ്. ഓൺലൈനായിട്ട് നമ്മൾ ഡിജിറ്റൽ കണ്ടന്റ്സ് സപ്ലൈ ചെയ്യുവാണ്. മൂവീസ്, ടെലിവിഷൻ ഷോസ്, മ്യൂസിക് എക്സെട്ര. ഇതിനൊക്കെ ഡിജിറ്റൽ കണ്ടന്റ് നമ്മൾ ഓൺലൈൻ ത്രൂ സപ്ലൈ ചെയ്യുവാണ്. നെക്സ്റ്റ് ഡിജിറ്റൽ ഡാറ്റ സ്റ്റോറേജ്. ഡാറ്റ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുവാണ് ഡിജിറ്റലി. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്ലൗഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ സെർവർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള നമുക്ക് ഡാറ്റ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇപ്പം നമുക്ക് ഗൂഗിളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, അതുപോലെ. നെക്സ്റ്റ് ഓൺലൈൻ ഗെയിമിംഗ്. അതുകൂടാതെ ഓൺലൈൻ ഗെയിമിങ്ങും. ഇതൊക്കെയാണ് നമുക്ക് പറയുന്ന ഐറ്റംസ്. ഇതിനകത്ത് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സർവീസസ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് വരുന്ന ടാക്സബിൾ ടെറിട്ടറി. ടാക്സബിൾ ടെറിട്ടറി നമ്മളിപ്പോൾ പഠിക്കുന്ന എന്തിന്റെ IGST ആക്ടിന്റെ ആണ് അല്ലേ. Taxable territory means the territory to which the provisions of this act apply. ഈ provisions, ഈ ആക്ടിന്റെ പ്രൊവിഷൻസ് പ്രകാരം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ട്, അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ടെറിട്ടറി. ഇതിനാണ് നമുക്ക് ടാക്സബിൾ ടെറിട്ടറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് IGST ആക്ട് പ്രകാരമുള്ള കുറച്ച് ഡെഫിനേഷൻസ് ആണ്. അപ്പൊ ഇത്രയും ഡെഫിനേഷൻസ് ആണ് ഇതിൽ വരുന്നുള്ളൂ ഇമ്പോർട്ടന്റ് ആയിട്ട്. എല്ലാം നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻസ് മാത്രമേ നമുക്ക് സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ഇത്രയായപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ ലെവി, ടാക്സ് കളക്ഷൻ ആൻഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ അതിനു മുന്നേ ഈ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇതിൽ ഒരുപാട് ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് യൂസ്ഫുൾ ആവും. ഇതില്ലാതെ നമുക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി, ഇംപ്ലിമെന്റേഷൻ, ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തിയറി പാർട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ മെറിറ്റ്സും ആർഗ്യുമെന്റ്സും ഒക്കെ പഠിച്ചു. അതുകൂടാതെ കുറെ ടേംസ് പഠിച്ചു. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കുന്നത് കുറച്ച് CGST ആക്ടിലും IGST ആക്ടിലും വരുന്ന കുറച്ച് ഡെഫിനേഷൻസും കൂടിയാണ്. ഇപ്പൊ ഡെഫിനേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡെഫിനേഷൻസ് ഓരോ ആക്ട് പ്രകാരമുള്ള ഡെഫിനേഷൻ ആയിട്ട് തന്നെ ചോദിക്കുന്നതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഡെഫിനേഷൻസ് ഷോർട്ട് ആയിട്ട് മാത്രമേ വരുള്ളൂ. അപ്പൊ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഡെഫിനേഷൻസ് മാത്രമേ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 5 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മൾ ടാക്സബിൾ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും എഴുതാനില്ല. അപ്പൊ അങ്ങനത്തെ അല്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവരും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.